ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഇന്ന് ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ബോട്ടിൽ പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇതുപോലൊരു ബോക്സ് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പെയിൻറ്റ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ വൈറ്റ് ആൻഡ് പേർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ബോട്ടിലിൻ്റെ അടപ്പങ്ങ് മാറ്റിയതിന് ശേഷം സ്പോഞ്ച് ടാപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം സ്പോഞ്ച് ടാപ്പർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചുകൂടെ വൃത്തിയും പിന്നെ ആ ഒരു ടെക്സ്ചർ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ ഒരു ബോട്ടിലിന് ആക്ച്വലി 2 യൂസേജ് ഉണ്ട്. അതെന്തായാലും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയാം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ മെറ്റാലിക് ഗോൾഡും വൈറ്റ് കളർ ഷെയ്ഡും എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ബ്രഷിന് പകരം ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ആർട്ടിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫിംഗറിൽ ഇതുപോലെ പെയിൻ്റ് ആക്കിയതിന് ശേഷം ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുക. നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് കിട്ടുന്ന ആ ഒരു ഫിനിഷിംഗ് ഇല്ലെങ്കിലും എന്നാലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ അവിടെ ആയിട്ട് ഓരോരോ ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോരോ ഫ്ലവേഴ്സ് അവിടെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ലീഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോരോ ലീഫ് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇതുപോലെ ബോട്ടിൽ ആർട്ടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവർ പോട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ.